നിയന്ത്രണം വിട്ട ബസ് മതിൽ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി. ഉറങ്ങുകയായിരുന്ന വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സംഭവം കോഴിക്കോട് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലും തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറി. ഇന്ന് രാവിലെ കോഴിക്കോട് ആയിനിലത്താണ് സംഭവം. ബസ് മതിൽ തകർത്ത് വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഉറങ്ങിക്കിടക്കുകയായിരുന്ന വീട്ടുകാർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് പരിക്കേറ്റു. കാരടിയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നതിനായി പുറപ്പെട്ട സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആയിനിലത്ത് ഇറക്കവും വളവും കഴിഞ്ഞു വന്ന ബസ് അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട് വീടിന്റെ മതിൽ ഇടിച്ചു തകർത്ത് വരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. മതിലിൽ ഇടിച്ച് ബസിന്റെ വേഗത കുറഞ്ഞതിനാൽ വീടിന്റെ ചുമരിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. വീടിന്റെ ഗ്ലാസുകളും AC അടക്കമുള്ള ഉപകരണങ്ങളും അടക്കം തകർന്നു. വലിയ ശബ്ദം കേട്ടും പുകയുർന്നതും കൊണ്ടാണ് വീട്ടിലുണ്ടായിരുന്ന മകളും അമ്മയും എഴുന്നേറ്റത്. വീട്ടുകാർ വരുന്നതിനു മുമ്പേ തന്നെ ബസ്സിലെ ഡ്രൈവർ ഇറങ്ങിപ്പോയിരുന്നു. യാത്രക്കാരെ എടുക്കാനായി പോയ ബസ്സായിരുന്നതിനാൽ അപകട സമയത്ത് യാത്രക്കാരുണ്ടായിരുന്നില്ല. ഡ്രൈവർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. വീടിന്റെ ബെഡ്റൂമിനോട് ചേർന്നാണ് ബസ് ഇടിച്ചിരുന്നത്. ബസ് ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സ തേടിയതായാണ് വിവരം. മതിലില്ലായിരുന്നെങ്കിൽ വീടടക്കം തകരുന്ന സ്ഥിതിയുണ്ടായിരിക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ബസിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും ഡ്രൈവർ അടക്കമുള്ളയാളെ കുറിച്ച് വിവരമില്ലെന്നും വീട്ടുകാർ പറഞ്ഞു. അപകടത്തിൽ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. ന്യൂസ് 99 കോഴിക്കോട്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.